മൂന്നാം മോദി സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവം. NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച് NDA നേതാക്കൾ രാഷ്ട്രപതിയെ കാണും. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും പുരോഗമിക്കുന്നു. സുപ്രധാന വകുപ്പുകൾ നൽകില്ലെന്ന് ഘടകകക്ഷികളെ BJP നിലപാടറിയിച്ചിട്ടുണ്ട്. JDU MPമാരുടെയും തെലുഗുദേശം MPമാരുടെയും നിർണായക യോഗവും ഇന്ന് ഡൽഹിയിൽ നടക്കും. നരേന്ദ്രമോദിക്കൊപ്പം 57 മന്ത്രിമാർ ചുമതലയേൽക്കും. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും. സമ്മർദ്ദം ശക്തമായതോടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായേക്കും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടാൻ ഇന്ത്യ മുന്നണിയിൽ ധാരണയായി. BJPയിൽ കൂടുതൽ അധികാര വികേന്ദ്രീകരണം ഉണ്ടാകണമെന്ന് RSS ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. R രാധാകൃഷ്ണൻ, B ദിലീപ് കുമാർ, നിതിൻ അംബുജൻ എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം R രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, ഈ JDUവിനും TDPക്കുമുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കില്ല എന്ന് BJP പറഞ്ഞാൽ എങ്ങനെയാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സുഗമമാവുക? ഒരു ഫോർമുല, പ്രത്യേകിച്ച് ഈ കൂട്ടുകക്ഷി ഭരണത്തിൽ അതിന് അടിസ്ഥാനമാകുന്ന രീതിയിൽ ഒരു ഫോർമുല രൂപീകരിക്കാം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു NDA യോഗം കഴിഞ്ഞ ദിവസം പിരിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോർമുല രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സംബന്ധിച്ച്, ഈ നേതാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ പാർട്ടികൾക്കുള്ളിൽ ചില സമ്മർദ്ദങ്ങളുണ്ട്. അത് നിതീഷ് കുമാറിനാണെങ്കിലും ശരി, ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ശരി. അതുകൊണ്ട് ഈ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കുമ്പോൾ വിട്ടുവീഴ്ച അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. BJPയുടെ ദേശീയ നേതൃത്വം 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ 2 പാർട്ടികളുമായിട്ട് സംസാരിച്ചിരുന്നു. പീയൂഷ് ഗോയലാണ് തെലുങ്കുദേശവുമായിട്ട് സംസാരിച്ചത്. ആ ഘട്ടത്തിൽ ആ പാർട്ടിക്ക് നൽകുന്ന മന്ത്രിപദവി എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയനുസരിച്ച് 57 മന്ത്രിപദവിയായിരിക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഉണ്ടാവുക. അതിൽ 24 ക്യാബിനറ്റ്, 24 സഹമന്ത്രി പദം, ഒപ്പം 9 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൽ തെലുങ്കുദേശത്തിന് ഒരു ക്യാബിനറ്റ് പദവിയും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയും സഹമന്ത്രിയും അടക്കം 2 മന്ത്രിമാർ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ വിധത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നിൽക്കുന്നത്. ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ തുടരും. ഒരു വകുപ്പ് കൂടിയെങ്കിലും അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവി കൂടിയെങ്കിലും ലഭിക്കണം എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തെലുങ്ക് ദേശം ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ആയിരിക്കും ഉഭയകക്ഷി ചർച്ചകളിലേക്ക് വീണ്ടും ഇന്ന് കടക്കുന്നത്. ആ ഘട്ടത്തിൽ അവർ അത് ഉന്നയിക്കുകയും ചെയ്യും. രാഷ്ട്രപതിയെ കാണുന്നത് വൈകിട്ടോടുകൂടി ആയിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ വിവരം. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. 2 പാർട്ടികളുടെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ നടക്കുന്നു. BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ MPമാരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വേണു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.